العارف بالله حسب ما يمكن المواظب على الطاعات المجتنب عن المحظورات من اللهوات والشهوات والهفوات. എന്താ വലിയ എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കിയതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50 വിരല് അല്ല 10 വിരൽ 50 മോതിരം ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നവനല്ല. അങ്ങനെ കാണിക്കുന്ന ടീംസ് ഉണ്ടാവും. കള്ള ഊലിയാക്കന്മാര്, കള്ള ജിന്നമ്മമാര്, കള്ള ശേഖന്മാരായിട്ട് ചമയുന്നവർ. ഒരു പച്ച ശാലിട്ട ഉടനെ വലിയാണെന്ന് മനസ്സിലാക്കണ്ട. അങ്ങനെയൊന്നും നീ മനസ്സിലാക്കണ്ട. കേരള സമൂഹത്തിൽ ധാരാളമുണ്ട് കള്ള ഊലിയാക്കന്മാർ. മൊയ്തീൻ ശൈഖിന്റെ റളിയല്ലാഹുവിന്റെ പേരിലുള്ള യഥാർത്ഥമായ തരീഖത്ത്, ഖാദിരിയ തരീഖത്തിനെ പോലും വ്യാജം ചിത്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ധാരാളം കള്ള ശേഖന്മാര് കേരളത്തിൽ തന്നെ ധാരാളമുണ്ട്. നമ്മൾ അവരുടെ പിറകെ ഒന്നും പോകണ്ട. മനസ്സിലാക്കണം, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അൽ വലിയ എന്ന് പറഞ്ഞാൽ അൽ ആരിഫു ബില്ലാഹി ഹസ്ബ മാ യുംകിൻ, അല്ലാഹുവിനെ കുറിച്ച് നല്ലതുപോലെ അറിവിന്റെ ആഴിയിലെത്തിയിട്ടുള്ളവർക്ക് വലിയെന്ന് തന്നെ പറയാൻ പറ്റും. അല്ലാഹുവെ കുറിച്ച് ശരിക്ക് പഠിച്ചവരാണ്. ഹസ്ബ മാ യുംകിൻ, പഠിക്കാവുന്നതിന്റെ അങ്ങേയറ്റം പഠിച്ചവരാണ്. അല്ലാതെ ഒരു മസല ചോദിച്ച് ഇപ്പോൾ വരാന്ന് പറഞ്ഞ ടോയ്ലറ്റിൽ പോയിരുന്ന ഉസ്താദിനെ മെസ്സേജ് വാട്സാപ്പിൽ മറുപടി കിട്ടിയതിനു ശേഷം ഇറങ്ങി വന്ന് 10 കൊടുക്കുന്നവരല്ല. അവനൊന്നും വലിയെന്ന് പറഞ്ഞാൽ മസല ചോദിച്ചാൽ മദ്ഹബിന്റെ വീക്ഷണത്തിൽ കൃത്യമായ മറുപടി നിർവഹിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് വലിയെന്ന് പറയാൻ പറ്റും. കൃത്യമായ മറുപടി, ഏറ്റവും റാജിഹായി വെച്ച് നല്ല മറുപടി കൊടുക്കാൻ കഴിയുന്നവർ അതിനെ വലിയാക്കാവുള്ളൂ. നല്ല അറിവുണ്ടാവണം. അറിവുള്ള ആളുകളെ വലിയാവുള്ളൂ. അല്ലാതെ ചുമ്മാ വസ്ത്രവിധാനത്തിനും കോലം കെട്ടലും കണ്ടിട്ട് അവരുടെ പുറകെ പോകണ്ട. മനസ്സിലായിക്കോ, ഞാനിത് പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. സ്ത്രീകളുള്ളത് കൊണ്ടാണ് ഇത് ഗൗരവത്തിൽ പറയുന്നത്. സ്ത്രീകളാണ് ഈ വിഷയത്തിൽ നല്ലതുപോലെ അറിവ് നേടേണ്ടവർ. കാണുന്നവരൊക്കെ പുറകെ കാണുക, അയ്യോ അവിടെ നല്ലൊരു ശൈഖുണ്ട്, അവിടെ ഒരു ജിന്നുമ്മ ഉണ്ട്, എന്ത് പറഞ്ഞാലും റെഡിയാക്കി തരും, അവിടെ പോയാൽ മതി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാശ് മുഴുവൻ വലിച്ചിട്ട് അവസാനം ഇടാൻ ഡ്രസ്സ് പോലും ഇല്ലാതെ ഇറക്കി വിടും. അങ്ങനത്തെ ടീംസ് ആയിരിക്കുന്നത്. മൊത്തം ആത്മീയ ചൂഷണമാണ്. മനസ്സിലാക്കണം. നമ്മൾ ഈ കള്ള ഔലിയാക്കളുടെ പിറകെ ഒന്നും പോകണ്ട. നമുക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളി ശൈഖന്മാർ അല്ലേ. അതിനപ്പുറത്തേക്ക് ഇനി ഒരു വലിയനെ നമുക്ക് കരുനാഗപ്പള്ളിക്കാർക്ക് വേണ്ട. ഏറ്റവും വലിയ വിലായത്തിന്റെ മർത്തബയിലുള്ളവരാണ് അവരേറ്റവും വലിയ സമുന്നതമായ വ്യക്തിത്വങ്ങളാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് താജ്മഹൽ പോലെ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു ഗേഹം, അള്ളാഹുവിന്റെ ഭവനം എന്നുള്ളത്. അള്ളാഹുവിന്റെ മഹത്തുക്കളാകുന്ന ഔലിയാക്കളുടെ മനോഹരമായ കൂടാരത്തിന് കീഴിൽ അള്ളാഹു ഒരുമിച്ച് അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവരാണവർ. പക്ഷെ അള്ളാഹു അവരെ അറിയിച്ചു കൊടുക്കാണ് ജനങ്ങൾക്ക്. അവർ നിസ്സാരക്കാരല്ല. നമ്മൾ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ദേശങ്ങളും അവിടെ വന്ന് സിയാറത്ത് ചെയ്ത് പോവാൻ. അവർ നിസ്സാരക്കാരല്ല. പക്ഷെ പോകേണ്ടത് കോലത്തിൽ പോകണം. അവരെ സ്ത്രീകൾ ഇടകലരുന്നുണ്ടല്ലോ ഉസ്താദെ, അതിനോട് പറയണ്ട. നമ്മൾ പലവട്ടവും വാഴ്ന്നു പറഞ്ഞിട്ടുള്ളതാ. ഇടകലരാൻ പാടില്ല, മാന്യമായ രീതിയിൽ പോകണം, മാന്യമായ വസ്ത്രം ധരിച്ചു പോകണം. സ്ത്രീകൾ പോയി നിൽക്കേണ്ട രീതിയുണ്ട്. അവർ ശരീരം മുഴുവനും മറക്കണം, ശരീരത്തിന്റെ നഗ്നതകൾ മുഴുവൻ മറച്ചിട്ട് വേണം പോകാൻ. ഇതൊക്കെ ഇസ്ലാമികമായ മാനമാണ്. അതങ്ങനെ തന്നെ ശ്രദ്ധിച്ചു പോകും. അത് ശ്രദ്ധിച്ചോ. പുരുഷന്മാരുമായിട്ട് ഇടകലരാൻ പാടില്ല. അതൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, നിസ്സാര വിഷയമല്ല. കാരണം എന്തുകൊണ്ട്? ആ ഇടകലർച്ച കൊണ്ട് ശൈഖുകളുടെ മുന്നിലൊക്കെ വന്നിട്ട് ചില ആളുകൾ എന്നിട്ട് സെൽഫി, പള്ളി ഉൾപ്പെടെ സെൽഫി എടുത്ത് കെട്ടിട്ട് പോകുന്നവരുണ്ട്. പെണ്ണുങ്ങൾ ഉൾപ്പെടെ ദാമ്പത്യ വല്ലരിയിലേക്ക് കടന്നു വന്നിട്ട് ആദ്യത്തെ സെൽഫി ശൈഖുകളുടെ മുന്നിൽ നിന്നായിക്കോട്ടെ. പരിപാടി അതാ. രണ്ടുപേരും കൂടെ അവിടെ വന്നിട്ട് തിണ്ണെ കയറി എന്നിട്ട് ഉസ്താദിന്റെ റൂം തീർച്ചയായിട്ടും സെൽഫി എടുത്തു വെക്കുക. ആ പരിപാടിയൊന്നും വേണ്ട. അതൊക്കെ അദബ് കേടാണ്, ഗുരുത്തക്കേടാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവിടെ നമ്മൾ പൊതുവായിട്ടുള്ള ഒരു കാഴ്ചവസ്തുവായിട്ട് നിൽക്കാൻ പാടില്ല. അതബോടുകൂടിയും ഗുരുത്വത്തോടുകൂടിയും ചെയ്താൽ ഇതിനൊക്കെ ഭവ്യതയുണ്ട്. നമ്മളിപ്പോ ഈ വാതിലിന്റെ സദസ്സിലേക്ക് വന്നു. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അന്യ സ്ത്രീകളുമായിട്ട് ഇടകലരാനാണ് നിന്റെ മനസ്സിന്റെ ഭാവമെങ്കിൽ നിയ്യത്ത് തെറ്റിപ്പോയി. അവിടെ പോയ 10 പെണ്ണുങ്ങളെ കാണാം, റാഹത്താണ്, വെളിയിൽ നിന്നാ മതി, മാല മറക്കപ്പുറത്ത് നിന്നാ മതി എന്നുള്ള ലക്ഷ്യമാണ് നിന്റെ മനസ്സിലേക്ക്. നിയ്യത്ത് തെറ്റി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നല്ല നിയ്യത്തിലാണ് പോകുന്നത് നിന്റെ അമല് എങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കും. നിസ്സാര കാര്യമല്ല ഇത്. ചെയ്താൽ വർണ്ണമായ പ്രതിഫലം, ചെയ്യേണ്ടതുപോലെ ചെയ്താൽ. നല്ല വസ്ത്രം ധരിച്ച് അത്തറൊക്കെ തേച്ച് കുളിച്ച് വൃത്തിയായി ശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾ റാഹത്തായ നിലയിലാണ് പോകുന്നത്. അന്യപുരുഷന്മാരൊന്നും ഇടകലരാതെയാണ് പോകുന്നത്. അത് തന്നെ മുസ്ലിം സ്ത്രീകൾ ഒന്നിലധികം ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവോ അല്ലെങ്കിൽ അതുപോലെ മഹറമായ ആളുകളോ ഉണ്ടെങ്കിൽ മാത്രമേ എവിടെയും യാത്ര അനുവദിക്കുന്നുള്ളൂ. ശുദ്ധ ഇസ്ലാം. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലക്ഷ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. നാലാമത്തെ ഘട്ടത്തെ പറ്റി റസൂലുള്ളാഹി പറയുകയാണ്, ആലമുൽ ഹശ്റാണ്, ആലമുൽ ഹശ്റാണ്.
ഞാൻ വേഗം നിർത്താം ഇൻഷാ അല്ലാഹ്. എനിക്കൊരു പ്രശ്നമുണ്ട്, വാല് പറയാൻ തുടങ്ങിയാൽ പിന്നെ 4-5 മണിക്കൂറൊക്കെ അങ്ങ് പറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് വലിയൊരു വിഷയമാണ്. എപ്പോഴും ചിന്തിക്കും കയറുമ്പോൾ അരമണിക്കൂർ പറഞ്ഞിട്ട് നിർത്തണമെന്ന്. താച്ചേമുക്കിൽ കണ്ടില്ലേ, വാല് പറഞ്ഞിട്ട് അവസാനം കഴിഞ്ഞപ്പോൾ 2:30. ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും സുബൈ ബാങ്ക് വിളിച്ചു. നിങ്ങൾ പിന്നെ സുബൈ നിസ്കരിച്ചോന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കും. റൂപ്പിട്ടൊരു ഉറയും കാണും. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമുക്കൊരു 50 ആടിനെ കിട്ടണം. ആടിനെ കിട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി വാല് പറയാൻ പാടും. ഒരു 50 ആട് പറഞ്ഞ് വേഗം അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അടുത്ത വർഷത്തേക്കാണ്. ഒന്ന് വേഗം ഒന്ന് തുടങ്ങി വെച്ചാൽ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ഒരാളിവിടെ എഴുതി തന്നിട്ടുണ്ട്, നമ്മുടെ MH നാസിം സാഹിബ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഞാൻ റമദാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു 10 പേർക്ക് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മൂപ്പര് അപ്പോഴേ റെഡിയാണ്. ഉടനെ അത് റെഡിയാക്കിയിട്ട് കൊണ്ടുവരും. അല്ലാഹു കബൂലാക്കട്ടെ. ഒരാട് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സ്വീകരിക്കട്ടെ. മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും വേണ്ടി ദുആ ചെയ്യണം. അതിനു വേണ്ടിയാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അതുപോലെ ഒരു 49 കൂടി ഇൻഷാ അല്ലാഹ് ഒന്ന് വേഗം ഒന്ന് പറയാം. ഈ സദസ്സിൽ കഴിവുള്ളവരുണ്ട്. ഒന്ന് ഇറങ്ങിയ നിങ്ങളൊന്ന് ഇറങ്ങി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒന്ന് വേഗം ഒന്ന് പറയണം. ഒരു സ്വലാത്തു സല്ലല്ലാഹു മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. നാസിം എന്ന സഹോദരനെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലബത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. വിഷമങ്ങളും വ്യതകളും മാറ്റി കൊടുക്കണേ റബ്ബേ. നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഭാര്യ മാതാപിതാക്കൾക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ മുഴുവൻ കുടുംബാദികൾക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റബ്ബേ. ഈ സദസ്സിലേക്ക് നൽകിയ സംഭാവനയുടെ കാരണമായി നാളെ ആഖിറത്തിൽ സന്തോഷം നൽകണേ അല്ലാ. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മദദിലാക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തത്തിലാക്കണേ റബ്ബേ. അവിടുത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അടുത്തയാള് മാഷാ അല്ലാഹ് പറഞ്ഞോളി, വേഗം പേര് പറഞ്ഞു. സിറാജ്. മൈക്കൊന്ന് വെച്ചോട് മോനെ. സിറാജ് നീരുകുളത്ത് തെക്കതിൽ. അൽഹംദുലില്ലാഹ്. ഒരു സ്വലാത്ത് സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. വിഷമങ്ങളെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലോപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. ശിഹാബ് മാടപ്പള്ളി ഒരാൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. വിഷമങ്ങളെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാവൽ നൽകണേ റബ്ബേ. ശൈഖ് അവരുടെ മദദിലാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ. നൗഷാദ് ബാലാനിയിൽ ഒരാൾ, അബ്ദുൽ സലീം ചാന്തൂക്കാന്റെ ഒരാൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. 2 സഹോദരങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പേര് പറയപ്പെട്ട 2 സഹോദരങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലുക്കളെ അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണത്തെ തൊട്ട് കാക്കണേ അല്ലാ. സർവോപരി ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ. അന്ത്യം വിജയത്തിലാക്കണേ അല്ലാ. സത്താർ കായംകുളം ഒരാൾ. മാഷാ അല്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. സർവോപരി സന്തോഷം നൽകണേ അല്ലാ. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. കായംകുളത്തുള്ള സഹോദരനാണ്, ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. വിഷമങ്ങളും വ്യതകളും മാറ്റി കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ പേരാണ് സത്താർ. മാഷാ അല്ലാഹ്. അടുത്ത പറഞ്ഞോളി. അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല നിയ്യത്തിൽ വേഗം നല്ല നിയ്യത്തിലോട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒന്ന് പോകണം. സ്ത്രീകളുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇതിന് താല്പര്യവരാണ്. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. നൗഷാദ് മാളേക്കത്ത് ഒരാട്. നൗഷാദ് മാളേക്കത്ത് ഒരാട്. മലക്കാന്ന് തോന്നില്ല. എവിടുന്ന് വിളിക്കും? അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. വിഷമങ്ങളും വ്യതകളും മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. നൗഷാദ് എന്ന സഹോദരന്റെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. സർവോപരി വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. നൽകണേ അല്ലാ. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പൊരുത്തം കിട്ടിയ മക്കളായി ഇവരെ നീ ഖബൂലാക്കണേ അല്ലാ.
ദീനിനെ ജീവിപ്പിച്ചതായ മഹാരഥനാണ്. അവിടുത്തോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് ഒരുമിക്കാൻ, സ്വർഗത്തിലേക്കുള്ള പാത നീ എളുപ്പമാക്കണേ അല്ലാ. ഒരുപാട് അമലൊന്നുമില്ല റബ്ബേ, പക്ഷെ നിന്റെ മഹാരഥന്മാരെ ഇഷ്ടം വെക്കുന്നവരാണ്. അവരുടെ പൊരുത്തം കാമിഷിച്ചുകൊണ്ട് നൽകുകയാണ്. മക്കളെ സാലിഹാകണം, മക്കളെ തമ്മാടികളാണ്, അവർ റൗഡികളായി നിലകൊള്ളുകയാണ്. ഒളിച്ചോടാൻ വേണ്ടി നിലകൊള്ളുന്ന മക്കളുണ്ട് റബ്ബേ. വാപ്പയും ഉമ്മയും പറഞ്ഞാൽ കേൾക്കാത്ത മക്കളുണ്ട് അല്ലാ. ആ മക്കളൊന്ന് സാലിഹായി കിട്ടണം. ഖൈറായ ഇണയെ എന്റെ മകൾക്ക് വേണം, ഖൈറായ തുണ വേണം, തുണ വേണം. എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സ്വഭാവം ഒന്ന് നന്നാക്കി കിട്ടണം. കള്ള് കുടിക്കുന്നുണ്ട്, മോശമായ രീതിയാണ് പോകുന്നത്. എനിക്ക് എന്റെ ഭർത്താവ് സാലിഹാകണം. എന്റെ മരണപ്പെട്ടു പോയ ഭർത്താവിന് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഭർത്താവിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മാരകമാകുന്ന ക്യാൻസർ അല്ലാ ഞങ്ങൾക്ക് നീ ഏകരുത് റബ്ബേ. എന്ന കപ്പലിതാ കടലിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോയിരിക്കുകയാണ്. ദർസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ മുത്തഅല്ലിമീങ്ങളുടെ മുന്നിലിരിക്കുന്നതായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്പനേരം മൗലിയായി നിന്നുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറയുകയാണ് അൽഹംദുലില്ലാഹ്. അല്പനേരം കഴിഞ്ഞപ്പോ അതേ മനുഷ്യൻ തന്നെ വന്നുകൊണ്ട് പറയുകയാണ് ശൈഖവറുകളെ, ശൈഖവറുകളെ, നിങ്ങളുടെ കപ്പലെല്ലാം മുങ്ങിപ്പോയത് അത് മറ്റൊരാളുടെയാണ്, മറ്റൊരാളുടെ സാധനങ്ങളുമായി കടന്നു വന്നതായ കപ്പലാണ് കടലിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോയത് എന്ന് കേട്ടപ്പോ അല്പനേരം മൗനിയായി നിന്നുകൊണ്ട് ശൈഖവറുകൾ പറയുകയാണ് അൽഹംദുലില്ലാഹ്. ശിഷ്യന്മാരെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ് പതിവില്ലാതെ അൽഹംദുലില്ലാഹ് ഉരുവിട്ടതെന്നാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ് എന്റേതാകുന്ന സാമ്പത്തിക ശേഷി മുഴുവനും ആ കപ്പലിലാണ്. ആ കപ്പലിലുള്ളതാകുന്ന കച്ചവട സാധനങ്ങൾ വഹിച്ചുകൊണ്ട് കടന്നു വന്നു. ആ കപ്പൽ അഴിയിലേക്ക് പോയിട്ടുണ്ട്, എന്റെയാണെന്ന് പറഞ്ഞപ്പോ ഞാനൊരു വേള എന്റെ മനസ്സിലേക്കൊന്ന് നോക്കി, എന്റെ മനസ്സിലേക്ക് ഞാനൊന്ന് നോക്കി. എന്റെ മനസ്സ് അല്ല എന്ന ചിന്തയെ വിട്ടുകൊണ്ട് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ചറപ്പിനെ വിട്ടുകൊണ്ട് അല്ലാഹയെ വിട്ട് എന്റെ മനസ്സ് എങ്ങോട്ടെങ്കിലും ചാഞ്ചല്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ നോക്കുമ്പോ എന്റെ മനസ്സിന് പതറലില്ല, എന്റെ മനസ്സ് ചെതറിയിട്ടില്ല. ഈ ദുനിയാവിനോടുള്ള അമിതമാകുന്ന ഭ്രമം എന്റെ മനസ്സിൽ വന്നിട്ടില്ല. എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിനൊരു കുലുക്കവും ഉണ്ടായിട്ടില്ല. അല്ല എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും മനസ്സിലില്ല. എന്റെ മനസ്സിനെ ചെതറാതെ പതറാതെ പിടിച്ചു നിർത്തിയ അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞത്. അല്പനേരം കഴിഞ്ഞപ്പോ അതേ മനുഷ്യൻ തന്നെ വന്നുകൊണ്ട് പറയുകയാണ് ശൈഖവറുകളെ, നിങ്ങളുടെ എല്ലാ കപ്പൽ മറ്റൊരാളുടെ സാധന സാമഗ്രികളുമായി കടന്നു വന്നതായ സാധനമാണ് കടലിന്റെ അടിയിലേക്ക് പോയതുള്ളതെന്ന് കേട്ടപ്പോ ഞാൻ എന്റെ മനസ്സിലേക്ക് വീണ്ടും നോക്കി. എന്റെ മനസ്സിന് വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടോ? എന്റെ എല്ലാ സാധനം മറ്റൊരാളുടെയാണ് സാധനങ്ങൾ, മറ്റൊരാളുടെ കച്ചവട ചരക്കുകൾ മുഴുവനും കടലിന്റെ അടിയിലേക്ക് പോയെന്ന് കേട്ടപ്പോ എന്റെ മനസ്സിന് വല്ലാത്ത അമിതമായ ആഹ്ലാദം വന്നിട്ടുണ്ടോ? ഞാൻ എപ്പോഴും നോക്കിയപ്പോ എന്റെ മനസ്സ് അല്ല എന്ന ചിന്ത വിട്ടുപോയിട്ടില്ല. എന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരേ ഒരു ചിന്ത മാത്രമാണ്, ഒരേ ഒരു ഇലാഹ് മാത്രമാണ്. ആ ഇലാഹല്ലാതെ മറ്റൊരാൾ എന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളില്ല. ആ പടച്ചറപ്പിന്റെ മാത്രമായി എന്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തിയ അല്ലാഹ്, അല്ല എന്ന ചിന്തയല്ലാത്ത മറ്റൊരു ചിന്ത തരാത്ത റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അൽഹംദുലില്ലാഹ് പറഞ്ഞത് എന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമമില്ല, ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സഹാബ, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ വഹ്ന മാത്രമാണ് ഉണ്ടാവുക. അന്ന് ശത്രുക്കൾ മുഴുവനും അവർക്ക് നേരെ തിരിയുമേ, എല്ലാ വിശ്വാസികളും മുഅ്മിനീങ്ങളുടെ നേരെ തിരിയുമേ. ശരിയല്ല റസൂലുള്ളാഹി പറഞ്ഞത്? പൗരത്വ ബില്ല് ഭേദഗതിയുടെ വിഷയം വന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഇതര സമുദായത്തില് വലിയ വലിയ തലമൂത്തപ്പാരുണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഇതുവരെ ഒന്ന് കുലുങ്ങിയോ, മാർപ്പാപ്പയൊന്നനങ്ങിയോ? ഇതുവരെ ഒരു വർത്തമാനം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞില്ലയോ? അവസാന കാലഘട്ടം കടന്നു വരുമ്പോ മുഅ്മിനാകുന്ന മനുഷ്യ, നിന്റേതാകുന്ന ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വഹ്ന അല്ലാഹു ഇട്ടുതരുമത്രേ. അവിശ്വാസികളുടെ ഹൃദയത്തിൽ
ഹൃദയത്തിൽ നിന്ന് മുഅ്മിനീങ്ങളോടുള്ള ഭയപ്പാട് അല്ലാഹു എടുത്തു കളയുമേ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു നൽകുന്നത് വഹനാണ്. ഖാലൂ വമൽ വഹനു യാ റസൂലല്ലാഹ്. നബിയേ എന്താണ് വഹൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സ്വഹാബാ ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. മരണത്തോടുള്ള വിരക്തിയാണ്, ദുനിയാവിനോടുള്ള താല്പര്യമാണ്. ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ കിട്ടാൻ മനുഷ്യൻ ഏതറ്റം വരെ പോകുന്ന ലോകമാണ്. സ്വന്തം മാതാപിതാക്കളെ കൊല ചെയ്യാൻ മടിയില്ലാത്ത യുഗത്തിലേക്ക് മക്കള് മാറുമത്രേ. മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിയാൻ മടിയില്ലാത്ത യുഗത്തിലേക്ക് അവരുടെ സമ്പത്ത് കണ്ടെടുക്കാൻ മാതാപിതാക്കളെ തയ്യാറാകുമത്രേ. സ്വന്തം സഹോദരങ്ങളെ അറുകുല നടത്താൻ സഹോദരിമാർ തയ്യാറാകുമത്രേ. സ്വന്തം സഹോദരിമാരെ കൊല ചെയ്യാൻ സഹോദരങ്ങൾ തയ്യാറാകുമത്രേ. അവസാന കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ വഹ്ന് മാത്രമാണ് ദുനിയാവിനോടുള്ള പ്രേമമാ. തീർന്നില്ല, മരണത്തോടുള്ള വിരക്തിയാണ് ഉണ്ടാവുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമുക്കൊക്കെ ദുനിയാവിനോടുള്ള പ്രേമമാണ്. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയാൻ നമുക്കെന്ത് യോഗ്യതയാണ്? നമുക്കിന്ന് ദുനിയാവിന്റെ പളപളപ്പല്ലേ. എന്നാൽ മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സർവ്വസമ്പത്തും കയറ്റി വന്നതാകുന്ന കച്ചവട കപ്പൽ താഴേക്ക് പോയി കടലിലേക്ക് പോയെന്ന് കേട്ടപ്പോ ശൈഖ് അവരുടെ ലോകത്തോട് പറഞ്ഞത്, ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് നോക്കി അല്പനേരം മൗനിയായി പോയി. ശരിയാണ്, അല്പനേരം മൗനം ഞാൻ അവലംബിച്ചു. കാരണം ഞാൻ എന്റെ മനസ്സിലേക്കൊന്ന് നോക്കി. എന്റെ മനസ്സിന് വല്ല ചാഞ്ചല്യം ഉണ്ടായിട്ടുണ്ടോ? എന്റെ സാധന സാമഗ്രികൾ കയറ്റി വന്നതാകുന്ന കപ്പല് കടലിന്റെ അടിയിലേക്ക് പോയപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദിച്ച ദുന്യവിയായ സമ്പാദ്യം മുഴുവനും അല്ലാഹുവേ നഷ്ടപ്പെട്ടു പോകുന്നു എന്നോർത്ത് എന്റെ മനസ്സിന് വല്ല നഷ്ടബോധം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും, അഖിലസ്തുതിയും തമ്പുരാനാണ്, അഖിലസ്തുതിയും ജഗന്നിയന്താവാണ്. എന്റെ മനസ്സിനെ പതറാതെ ചിതറാതെ പിടിച്ചു നിർത്തിയ അല്ല എന്ന ചിന്ത വിട്ടിട്ട് എന്റെ മനസ്സ് എവിടെയും പോയിട്ടില്ല. 91-ാമത്തെ വയസ്സ് വരെ ജീവിച്ച മഹാനാണ് മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. 33 വർഷം ബഗ്ദാദിന്റെ മണ്ണിൽ പോയി ഇൽമ പഠിച്ച് 51 വയസ്സ് വരെ ഇൽമ നുകർന്ന് 51-ാമത്തെ വയസ്സിൽ 4 പാവപ്പെട്ട സ്ത്രീകൾക്ക് ജീവിതം കൊടുത്തു. 4 പാവപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിച്ചു. അതിലൂടെ 49 മക്കളെ അല്ലാഹു നൽകി. 27 ആൺമക്കളാണ്, 22 പെൺമക്കളാണ്. 27 ആൺമക്കളിൽ 14 ആൺമക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. 13 പേര് മാത്രമാണ് ബാക്കിയായത്. 22 മക്കളിൽ 22 പെൺമക്കളിൽ 21 ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് ജീവിച്ചിരുന്നത്. അഥവാ 49 മക്കളിൽ 35 മക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. അള്ളയെ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞതുകൊണ്ട് മക്കള് മരണപ്പെടുമ്പോഴും അൽഹംദുലില്ലാഹ് അല്ലാഹുവിന് സർവസ്തുതിയുമെന്ന് പറയാൻ മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞവത്രേ. ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയ മക്കളാണ് 35. ബാക്കി 14 മക്കളാണ് ശൈഖ് അവർക്ക് ബാക്കിയായി വലുതായി നിലകൊണ്ടത്. 49 മക്കളിൽ 35 പേരും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. അപ്പോഴൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിലകൊണ്ടു, ക്ഷമ അവലംബിച്ചു മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഇത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. മകനൊന്ന് പന്ത് കളിച്ചപ്പോ കാലൊന്ന് ചെറുതായിട്ട് പഠിച്ചവനെ നമുക്ക് മാത്രം ഇത് എന്നിട്ടുള്ള നെഞ്ചത്തടിയ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും നമ്മൾ തയ്യാറല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ വാവിട്ട് നിലവിളിക്കുക. ക്ഷമിക്കണം, നമ്മൾ സഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിഷമങ്ങളൊക്കെ സഹിക്കാൻ തയ്യാറാണ് നമ്മൾ. ليس منا من ضرب الخدود وشق الجيوب. പോക്കറ്റ് വലിച്ചു കയറുകയും കവളത്തടിച്ചുകൊണ്ട് വിലപിക്കുകയും ചെയ്യുന്നവർ, ദുരിതങ്ങൾ വരുമ്പോ വിപത്തുകൾ വരുമ്പോ പോക്കറ്റ് വലിച്ചു കയറുകയും കവളത്തടിക്കുകയും ചെയ്യുന്നവർ നമ്മളിൽ പെട്ടവനല്ല, മുസ്ലിമിന്റെ ശൈലിയല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് മുഹയ്യിദ്ദീൻ ശൈഖിനെ നമ്മൾ വിമർശിക്കാൻ നിൽക്കണ്ട. ഇതിനൊന്നും ആളായിട്ടില്ല. ആദ്യം മനസ്സിലായിക്കോ. നീ മനസ്സിലാക്കിയതുപോലെ കള്ള ഔലിയ അല്ല മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. 33 വർഷം ഇൽമ പഠിച്ചിട്ട് 51-ാമത്തെ വയസ്സ് മുതൽ പിന്നീടുള്ള 40 വർഷം ദീനി പ്രബോധന മേഖലകളിൽ നിലകൊണ്ട വ്യക്തിയാണ്.
ദീനിനെ സജീവമാക്കിയ വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മുഹിയുദ്ദീൻ എന്ന് കാലം വിളിച്ചത്, ദീനിനെ ജീവിപ്പിച്ച വ്യക്തി എന്ന് വിളിച്ചത്. 40 വർഷം ദീനി പ്രബോധന മേഖലകൾ നിലകൊണ്ടു, ദീൻ പഠിപ്പിച്ചു കൊടുക്കാണ് ജനങ്ങൾക്ക്. മുദരിസാൻ തദ്രീസിന്റെ മേഖലകൾ നിലകൊണ്ടു. 40 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ എത്രയായി? 91 വയസ്സായി. അവിടുന്ന് വഫാത്തായി. അദ്ദേഹത്തിന്റെ മകൻ, മൂത്ത മകൻ അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു മഹാനുഭാവനാണ് മയ്യിത്ത് നമസ്കാരത്തിന് ജനാസയ്ക്ക് ഇമാമത്ത് നിർവഹിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. കാരണം എന്താ, മകനെ അതുപോലെ പഠിപ്പിച്ച് വലിയ ആലിമാക്കി തികഞ്ഞ പണ്ഡിതനാണ്. അതുകൊണ്ട് ആ മകനെ ഇമാമത്ത് നിർത്തി. ചെറിയ ആളല്ല ചെറിയ വ്യക്തിയല്ല, ഒരു നിസാരനായ വ്യക്തിയായി കാണരുത്. അൽ വലിയു അൽ ആരിഫു ബില്ലാഹ് ഹസ്ബമാ യുംകിൻ അൽ മുവാദിബു അല ത്വാആതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ ഹഫവാത്. എന്താ വലിയ എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കിയതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50 വിരല് അല്ല 10 വിരൽ 50 മോതിരം ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നവനല്ല. അങ്ങനെ കാണിക്കുന്ന ടീംസ് ഉണ്ടാവും. കള്ള ഊലിയാക്കന്മാര്, കള്ള ജിന്നമ്മമാര്, കള്ള ശേഖന്മാരായിട്ട് ചമയുന്നവർ. ഒരു പച്ച ശാലിട്ട ഉടനെ വലിയാണെന്ന് മനസ്സിലാക്കണ്ട നീ. അങ്ങനെയൊന്നും നീ മനസ്സിലാക്കണ്ട. കേരള സമൂഹത്തിൽ ധാരാളമുണ്ട് കള്ള ഊലിയാക്കന്മാർ. മൊയ്തീൻ ശൈഖിന്റെ റളിയല്ലാഹുവിന്റെ പേരിലുള്ള യഥാർത്ഥമായ തരീഖത്ത്, ഖാദിരിയ തരീഖത്തിനെ പോലും വ്യാജം ചിത്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ധാരാളം കള്ള ശേഖന്മാര് കേരളത്തിൽ തന്നെ ധാരാളമുണ്ട്. നമ്മൾ അവരുടെ പിറകെ ഒന്നും പോകണ്ട. മനസ്സിലാക്കണം, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അൽ വലിയ എന്ന് പറഞ്ഞാൽ അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിൻ, അല്ലാഹുവിനെ കുറിച്ച് നല്ലതുപോലെ അറിവിന്റെ ആഴിയിലെത്തിയിട്ടുള്ളവർക്ക് വലിയെന്ന് തന്നെ പറയാൻ പറ്റും. അല്ലാഹുവെ കുറിച്ച് ശരിക്കും പഠിച്ചവരാണ്. ഹസ്ബമാ യുംകിൻ, പഠിക്കാവുന്നതിന്റെ അങ്ങേയറ്റം പഠിച്ചവരാണ്. അല്ലാതെ ഒരു മസല ചോദിച്ച് ഇപ്പോൾ വരാന്ന് പറഞ്ഞ ടോയ്ലറ്റിൽ പോയിരുന്ന ഉസ്താദിനെ മെസ്സേജ് വാട്സാപ്പിൽ മറുപടി കിട്ടിയതിനു ശേഷം ഇറങ്ങി വന്ന് 10 കൊടുക്കുന്നവരല്ല. അവനൊന്നും വലിയെന്ന് പറഞ്ഞാൽ മസല ചോദിച്ചാൽ മദ്ഹബിന്റെ വീക്ഷണത്തിൽ കൃത്യമായ മറുപടി നിർവഹിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് വലിയെന്ന് പറയാൻ പറ്റും. കൃത്യമായ മറുപടി, ഏറ്റവും റാജിഹായി വെച്ച് നല്ല മറുപടി കൊടുക്കാൻ കഴിയുന്നവൻ അതിനെ വലിയാക്കാവുള്ളൂ. നല്ല അറിവുണ്ടാവണം. അറിവുള്ള ആളുകളെ വലിയാവുള്ളൂ. അല്ലാതെ ചുമ്മാ വസ്ത്രവിധാനത്തിനും കോലം കെട്ടലും കണ്ടിട്ട് അവരുടെ പുറകെ പോകണ്ട. മനസ്സിലായിക്കോ, ഞാനിത് പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. സ്ത്രീകളുള്ളത് കൊണ്ടാണ് ഇത് ഗൗരവത്തിൽ പറയുന്നത്. സ്ത്രീകളാണ് ഈ വിഷയത്തിൽ നല്ലതുപോലെ അറിവ് നേടേണ്ടവർ. കാണുന്നവരൊക്കെ പുറകെ കാണുക, അയ്യോ അവിടെ നല്ലൊരു ശൈഖുണ്ട്, അവിടെ ഒരു ജിന്നുമ്മ ഉണ്ട്, എന്ത് പറഞ്ഞാലും റെഡിയാക്കി തരും, അവിടെ പോയാൽ മതി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാശ് മുഴുവൻ വലിച്ചിട്ട് അവസാനം ഇടാൻ ഡ്രസ്സ് പോലും ഇല്ലാതെ ഇറക്കി വിടും. അങ്ങനത്തെ ടീംസ് ആയിരിക്കുന്നത്. മൊത്തം ആത്മീയ ചൂഷണമാണ്. മനസ്സിലാക്കണം. നമ്മൾ ഈ കള്ള ഔലിയാക്കളുടെ പിറകെ ഒന്നും പോകണ്ട. നമുക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളി ശൈഖന്മാർ അല്ലേ? അതിനപ്പുറത്തേക്ക് ഇനി ഒരു വലിയനെ നമുക്ക് കരുനാഗപ്പള്ളിക്കാർക്ക് വേണ്ട. ഏറ്റവും വലിയ വിലായത്തിന്റെ മർത്തബയിലുള്ളവരാണ്. അവരേറ്റവും വലിയ സമുന്നതമായ വ്യക്തിത്വങ്ങളാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് താജ്മഹൽ പോലെ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു ഗേഹം, അള്ളാഹുവിന്റെ ഭവനം എന്നുള്ളത്. അള്ളാഹുവിന്റെ മഹത്തുക്കളാകുന്ന ഔലിയാക്കളുടെ മനോഹരമായ കൂടാരത്തിന് കീഴിൽ അള്ളാഹു ഒരുമിച്ച് അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവരാണവർ. പക്ഷെ അള്ളാഹു അവരെ അറിയിച്ചു കൊടുക്കാണ് ജനങ്ങൾക്ക്. അവർ നിസ്സാരക്കാരല്ല. നമ്മൾ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ദേശങ്ങളും അവിടെ വന്ന് സിയാറത്ത് ചെയ്ത് പോവാൻ. അവർ നിസ്സാരക്കാരല്ല. പക്ഷെ പോകേണ്ടത് കോലത്തിൽ പോകണം. അവരെ സ്ത്രീകൾ ഇടകലരുന്നുണ്ടല്ലോ ഉസ്താദെ, അതിനോട് പറയണ്ട. നമ്മൾ പലവട്ടവും വാഴ്ന്നു പറഞ്ഞിട്ടുള്ളതാ. ഇടകലരാൻ പാടില്ല, മാന്യമായ രീതിയിൽ പോകണം, മാന്യമായ വസ്ത്രം ധരിച്ചു പോകണം. സ്ത്രീകൾ പോയി നിൽക്കേണ്ട രീതിയുണ്ട്. അവർ ശരീരം മുഴുവനും മറക്കണം, ശരീരത്തിന്റെ നഗ്നതകൾ മുഴുവൻ മറച്ചിട്ട് വേണം പോകാൻ. ഇതൊക്കെ ഇസ്ലാമികമായ മാനമാണ്. അതങ്ങനെ തന്നെ ശ്രദ്ധിച്ചു പോകും. അത് ശ്രദ്ധിച്ചോ. പുരുഷന്മാരുമായിട്ട് ഇടകലരാൻ പാടില്ല. അതൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, നിസ്സാര വിഷയമല്ല. കാരണം എന്തുകൊണ്ട്? ആ ഇടകലർച്ച കൊണ്ട് ശൈഖുകളുടെ മുന്നിലൊക്കെ വന്നിട്ട് ചില ആളുകൾ എന്നിട്ട് സെൽഫി, പള്ളി ഉൾപ്പെടെ സെൽഫി എടുത്ത് കെട്ടിട്ട് പോകുന്നവരുണ്ട്. പെണ്ണുങ്ങൾ ഉൾപ്പെടെ ദാമ്പത്യ വല്ലരിയിലേക്ക് കടന്നു വന്നിട്ട് ആദ്യത്തെ സെൽഫി ശൈഖുകളുടെ മുന്നിൽ നിന്നായിക്കോട്ടെ. പരിപാടി അതാ. രണ്ടുപേരും കൂടെ അവിടെ വന്നിട്ട് തിണ്ണെ കയറി എന്നിട്ട് ഉസ്താദിന്റെ റൂം തീർച്ചയായിട്ടും സെൽഫി എടുത്തു വെക്കുക. ആ പരിപാടിയൊന്നും വേണ്ട. അതൊക്കെ അദബ് കേടാണ്, ഗുരുത്തക്കേടാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവിടെ നമ്മൾ പൊതുവായിട്ടുള്ള ഒരു കാഴ്ചവസ്തുവായിട്ട് നിൽക്കാൻ പാടില്ല. അതോടുകൂടിയും ഗുരുത്വത്തോടുകൂടിയും ചെയ്താൽ ഇതിനൊക്കെ ഭവ്യതയുണ്ട്. നമ്മളിപ്പോ ഈ വാതിന്റെ സദസ്സിലേക്ക് വന്നു. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അന്യ സ്ത്രീകളുമായിട്ട് ഇടകലരാനാണ് നിന്റെ മനസ്സിന്റെ ഭാഗമെങ്കിൽ നിയ്യത്ത് തെറ്റിപ്പോയി. അവിടെ പോയ 10 പെണ്ണുങ്ങളെ കാണാം, റാഹത്താണ്, വെളിയിൽ നിന്നാ മതി, മാല മറക്കപ്പുറത്ത് നിന്നാ മതി എന്നുള്ള ലക്ഷ്യമാണ് നിന്റെ മനസ്സിലേക്ക്. നിയ്യത്ത് തെറ്റി. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
നല്ല നിയ്യത്തിലാണ് പോകുന്നത് നിന്റെ അമല് എങ്കിൽ ഇൻഷാ അല്ലാഹു കബൂലാക്കും. നിസ്സാര കാര്യമല്ല ഇത്. ചെയ്താൽ വർണ്ണമായ പ്രതിഫലം, ചെയ്യേണ്ടതുപോലെ ചെയ്താൽ. നല്ല വസ്ത്രം ധരിച്ച് അത്തറൊക്കെ തേച്ച് കുളിച്ച് വൃത്തിയായി ശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾ റാഹത്തായ നിലയിലാണ് പോകുന്നത്. അന്യപുരുഷന്മാരൊന്നും ഇടകലരാതെയാണ് പോകുന്നത്. അത് തന്നെ മുസ്ലിം സ്ത്രീകൾ ഒന്നിലധികം ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവോ അല്ലെങ്കിൽ അതുപോലെ മഹറമായ ആളുകളുണ്ടെങ്കിൽ മാത്രമേ എവിടെയും യാത്ര അനുവദിക്കുന്നുള്ളൂ. ശുദ്ധ ഇസ്ലാം. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലക്ഷ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരട്ടെ. നാലാമത്തെ ഘട്ടത്തെ പറ്റി റസൂലുള്ളാഹി പറയുകയാണ്, ആലമുൽ ഹശ്റാണ്, ആലമുൽ ഹശ്റാണ്. ഞാൻ വേഗം നിർത്താം ഇൻഷാ അല്ലാഹ്. എനിക്കൊരു പ്രശ്നമുണ്ട്, വാല് പറയാൻ തുടങ്ങിയാൽ പിന്നെ 4-5 മണിക്കൂറൊക്കെ അങ്ങ് പറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് വലിയൊരു വിഷയമാണ്. എപ്പോഴും ചിന്തിക്കും കയറുമ്പോൾ അരമണിക്കൂർ പറഞ്ഞിട്ട് നിർത്തണോ. താച്ചേമുക്കിൽ കണ്ടില്ലേ, വാല് പറഞ്ഞിട്ട് അവസാനം കഴിഞ്ഞപ്പോൾ 2:30. ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും സുബൈ ബാങ്ക് വിളിച്ചു. നിങ്ങൾ പിന്നെ സുബൈ നിസ്കരിച്ചോന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കും. റൂപ്പിട്ടൊരു ഉറയും കാണും. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമുക്കൊരു 50 ആടിനെ കിട്ടണം. ആടിനെ കിട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി വാല് പറയാൻ പാടും. ഒരു 50 ആട് പറഞ്ഞ് വേഗം അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അടുത്ത വർഷത്തേക്കാണ്. ഒന്ന് വേഗം ഒന്ന് തുടങ്ങി വെച്ചാൽ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ഒരാൾ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്, നമ്മുടെ MH നാസിം സാഹിബ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഞാൻ റമദാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു 10 പേർക്ക് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മൂപ്പര് അപ്പോഴേ റെഡിയാണ്. ഉടനെ അത് റെഡിയാക്കിയിട്ട് കൊണ്ടുവരും. അല്ലാഹു കബൂലാക്കട്ടെ. ഒരാട് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സ്വീകരിക്കട്ടെ. മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും വേണ്ടി ദുആ ചെയ്യണം. അതിനു വേണ്ടിയാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അതുപോലെ ഒരു 49 കൂടി ഇൻഷാ അല്ലാഹ് ഒന്ന് വേഗം ഒന്ന് പറയണം. ഈ സദസ്സിൽ കഴിവുള്ളവരുണ്ട്. ഒന്ന് ഇറങ്ങിയ നിങ്ങളൊന്ന് ഇറങ്ങി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒന്ന് വേഗം ഒന്ന് പറയണം. ഒരു സ്വലാത്തു സല്ലല്ലാഹു മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. നാസിം എന്ന സഹോദരനെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. വിഷമങ്ങളും വ്യതകളും മാറ്റി കൊടുക്കണേ റബ്ബേ. നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഭാര്യ മാതാപിതാക്കൾക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ മുഴുവൻ കുടുംബാദികൾക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റബ്ബേ. ഈ സദസ്സിലേക്ക് നൽകിയ സംഭാവനയുടെ കാരണമായി നാളെ ആഖിറത്തിൽ സന്തോഷം നൽകണേ അല്ലാ. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മദദിലാക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തത്തിലാക്കണേ റബ്ബേ. അവിടുത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അടുത്ത ആള് മാഷാ അല്ലാഹ് പറഞ്ഞോളി. വേഗം പേര് പറഞ്ഞു. സിറാജ്. മൈക്കൊന്ന് വെച്ചോട് മോനെ. സിറാജ് നീലുകുളത്ത് തെക്കതിൽ. അൽഹംദുലില്ലാഹ്. ഒരു സ്വലാത്ത് സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. വിഷമങ്ങളെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലോപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. ശിഹാബ് മാടപ്പള്ളി ഒരാൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. വിഷമങ്ങളെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാവൽ നൽകണേ റബ്ബേ. ശൈഖ് അവരുടെ മദദിലാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ. നൗഷാദ് ബാലാജിയിൽ ഒരാൾ, അബ്ദുൽ സലീം ചാന്തൂക്കാന്റെ ഒരാൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. 2 സഹോദരങ്ങളുടെ ജീവിതത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. പേര് പറയപ്പെട്ട 2 സഹോദരങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലുക്കളെ അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണത്തെ തൊട്ട് കാക്കണേ അല്ലാ. സർവോപരി ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ. അന്ത്യം വിജയത്തിലാക്കണേ അല്ലാ. സത്താർ കായംകുളം ഒരാൾ. മാഷാ അല്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. സർവോപരി സന്തോഷം നൽകണേ അല്ലാ. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. കായംകുളത്തുള്ള സഹോദരനാണ്, ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. വിഷമങ്ങളും വ്യതകളും മാറ്റി കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ പേരാണ് സത്താർ. മാഷാ അല്ലാഹ്. അടുത്ത പറഞ്ഞോളി. അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല നിയ്യത്തിൽ വേഗം
നല്ല നിയ്യത്തിലോട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒന്ന് പോകണം. സ്ത്രീകളുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇതിന് താല്പര്യം വരാണ്. അള്ളാഹു നമ്മളെ കബൂലാക്കും. നൗഷാദ് മാളേക്കത്തൊരാട്. നൗഷാദ് മാളേക്കത്ത് മാളേക്കത്ത് ഒരാട് മലക്കാന്ന് തോന്നില്ല. എവിടെ നിന്ന് വിളിക്കും? അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. വിഷമങ്ങളും വ്യതകളും മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. നൗഷാദ് എന്ന സഹോദരന്റെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. സർവോപരി വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പൊരുത്തം കിട്ടിയ മക്കളായി ഇവരെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ ദീനിനെ ജീവിപ്പിച്ചതായ മഹാനതനാണ്. അവിടുത്തോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് ഒരുമിക്കാൻ, സ്വർഗത്തിലേക്കുള്ള പാത നീ എളുപ്പമാക്കണേ അല്ലാ. ഒരുപാട് അമലൊന്നുമില്ല റബ്ബേ, പക്ഷെ നിന്റെ മഹാരഥന്മാരെ ഇഷ്ടം വെക്കുന്നവരാണ്. അവരുടെ പൊരുത്തം കാമിഷിച്ചുകൊണ്ട് നൽകുകയാണ്. മക്കള് സാലിഹാകണം, മക്കള് തമ്മാടികളാണ്, അവർ റൗഡികളായി നിലകൊള്ളുകയാണ്. ഒളിച്ചോടാൻ വേണ്ടി നിലകൊള്ളുന്ന മക്കളുണ്ട് റബ്ബേ. വാപ്പയും ഉമ്മയും പറഞ്ഞാൽ കേൾക്കാത്ത മക്കളുണ്ട് അല്ലാ. ആ മക്കളൊന്ന് സാലിഹായി കിട്ടണം. ഖൈറായ ഇണയെ എന്റെ മകൾക്ക് വേണം, ഖൈറായ തുണ വേണം, തുണ വേണം. എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സ്വഭാവം ഒന്ന് നന്നാക്കി കിട്ടണം. കള്ളു കുടിക്കുന്നുണ്ട്, മോശമായ രീതിയാണ് പോകുന്നത്. എനിക്ക് എന്റെ ഭർത്താവ് സാലിഹാകണം. എന്റെ മരണപ്പെട്ടു പോയ ഭർത്താവിന് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഭർത്താവിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മാരകമാകുന്ന ക്യാൻസർ അല്ലാ ഞങ്ങൾക്ക് നീ ഏകരുത് റബ്ബേ. ഇന്ന് സർവരും സ്വതക്ക നൽകുന്നത് മാരകമാകുന്ന ക്യാൻസർ പിടിപെടുമ്പോഴാണ്. അല്ല സഹോദര, അല്ല സഹോദരി, സ്വതക്ക നൽകേണ്ടത് മാരകമാകുന്ന ക്യാൻസർ വരുന്നതിന് മുമ്പാണ്. അസ്സദഖത്തു റദ്ദുൽ ബലാ, സർവ്വവിധ ബലാ മുസീബത്തുകളെ തടുക്കാൻ സ്വതക്ക നിദാനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ എനിക്ക് ക്യാൻസർ ഏകാതിരിക്കാൻ, എനിക്ക് എന്റെ ഭാര്യയ്ക്ക്, എന്റെ കൊച്ചുമക്കൾക്ക്, എന്റെ പിഞ്ചോമന മക്കൾക്ക് മാരകമാകുന്ന ക്യാൻസർ പിടിപെടാതിരിക്കാൻ, RCC വരാതെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് കരയാതിരിക്കാൻ, കിഡ്നി സംബന്ധമായ രോഗം നൽകാതിരിക്കാൻ ഞാനിതാ ഖൈറായ നിയ്യത്ത് വെച്ചുകൊണ്ട് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഹോദര സഹോദരി നൽകണേ അല്ലാഹുവേ. സദഖകളെ സ്വീകരിക്കണേ അല്ലാ. നൗഷാദ് എന്ന സഹോദരനെ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അമൻ മുഹമ്മദ് 12 വയസ്സുള്ള ഒരു കുട്ടി ഒരാട്. അൽഹംദുലില്ലാ, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. അമൻ മുഹമ്മദ് എന്ന സഹോദരന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. 12 വയസ്സുള്ള പൊന്നുമോനാണ്, ബറക്കത്ത് ചൊരിയണേ റബ്ബേ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ആ മകനെ പ്രസവിക്കാൻ സൗഭാഗ്യം ലഭിച്ച മാതാപിതാക്കൾക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. വിഷമങ്ങളും വ്യതകളും മാറ്റി കൊടുക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന പൊന്നുമോനായി പൊന്നുമോനെ സ്വീകരിക്കണേ അല്ലാ. നൗഷാദ് മവാല ഒരാട്. നൗഷാദ് മവാല ഫ്രൂട്ട്സ്. അൽഹംദുലില്ലാ, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ സദത്തിലും ദീനിന് വേണ്ടി സദഖ ചെയ്യുന്ന സഹോദരനാണ്, നല്ല സ്നേഹബന്ധമുള്ള സഹോദരനാണ്. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. അല്ലാഹുവേ സഹോദരന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വിഷമങ്ങളും വ്യതകളും മാറ്റി കൊടുക്കണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. കൂടെയുള്ളവർക്ക് പോലും തുണയോ നൽകുന്ന സഹോദരനാണ്. അവർക്കിടയിലുള്ള സ്നേഹബന്ധം നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. സർവോപരി സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ. ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബറക്കത്ത് കൊണ്ട് ജീവിതം നീ സന്തോഷകരമാക്കണേ അല്ലാ. നൗഷാദ് കുഞ്ഞാമ്പി ഒരാട്. കടം കൊണ്ട് വലഞ്ഞു നിൽക്കുന്ന ആളാ. അല്ലാഹുവേ നീ കബൂലാക്കണേ റബ്ബേ. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗം നൗഷാദ് എന്ന സഹോദരന് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കറാമത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നീ കാണിച്ചു കൊടുക്കണേ റബ്ബേ. അടുത്ത വർഷം ഈ സദസ്സിൽ കടം വീടി ഖൈറായ നിലയ്ക്ക് സദഖ നൽകാൻ തൗഫീഖ് നൽകണേ അല്ലാ. എത്രയോ ആളുകളെ, 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മുറാദുകൾ ഹാസിലായി
മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേര് ഇന്നും ജനങ്ങൾക്കിടയിൽ സ്ഥാനമുള്ളത്. ഹിജ്റ 470 ജനിച്ച് ഹിജ്റ 561 വഫാത്തായ ആ കാലഘട്ടത്തിലുള്ളതാകുന്ന ഹിജ്രി കലണ്ടർ മറിച്ചു നോക്കിയാൽ എത്രയോ ആളുകൾ ഈ ലോകത്ത് കടന്നുപോയവരുണ്ട്. നാണയത്തുട്ടുകളുടെ മറുവശം ഫോട്ടോ പതിച്ച ആളുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഇന്ന് ചരിത്രം സ്മരിക്കുന്നില്ല. കാരണം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അത്രമേൽ സമുന്നതനായ വ്യക്തിയാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ, ജീവിതത്തിൽ ഹറാം ചിന്തിക്കാതെ, ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ വരുത്താതെ സർവ്വസമയവും പടച്ചറപ്പിനെ സ്മരിച്ചുകൊണ്ട് നിലകൊണ്ടതായ ഈ ദീന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നിലകൊണ്ടവരല്ലയോ. അള്ളാഹു അവരുടെ ദറജ ഉയർത്തണേ അല്ലാ. അവരുടെ കറാമത്തിലൂടെ നൗഷാദ് എന്ന സഹോദരന്റെ കടം എത്രയും പെട്ടെന്ന് നീ വീട്ടിക്കൊടുക്കണേ അല്ലാ. അദ്ദേഹം ഈ സദസ്സിലേക്ക് പറഞ്ഞ സംഭാവന നീ കബൂലാക്കണേ അല്ലാ. മുസ്തഫ കണ്ണമ്പള്ളിത്തറയിൽ ഒരാട് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. അൽഹംദുലില്ലാ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. മുസ്തഫ എന്ന സഹോദരന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അവരുടെ മദദിലാക്കണേ അല്ലാ. മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മകനാക്കണേ അല്ലാ. ആ മകനും ഉമ്മയോടൊപ്പം വാപ്പയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ ഈ സദഖ കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ. സ്ത്രീകളുടെ ഭാഗത്ത് ഷാജി പുത്തൻതറയിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരാട്. സ്ത്രീകളുടെ ഭാഗത്ത് വാലണ്ടിയേഴ്സ് ഇല്ലേ? സ്ത്രീകളില്ലേ അവിടെ? സ്ത്രീകളുണ്ടോ? ആ